വിഷ്ണു ഭഗവാന് ശ്രീവത്സം ലഭിച്ച കഥ. പണ്ട് എല്ലാ മുനിമാരും ചേർന്ന് സരസ്വതീ തീരത്ത് ഒരു യാഗം നടത്തി. യാഗാവസാനത്തിൽ ത്രിമൂർത്തികളിൽ ആരാണ് ശ്രേഷ്ഠൻ എന്നതിനെക്കുറിച്ച് ആകാംക്ഷയുണ്ടായി. ഇതറിയുന്നതിനായി അവർ ഭൃഗു മഹർഷിയെ നിയോഗിച്ചു. ഭൃഗുമുനി നേരെ ബ്രഹ്മദേവന്റെ അടുക്കൽ ചെന്നു. യാതൊരു വിനയവും കാണിക്കാതെ ഭൃഗുമുനി മുന്നിലുള്ള ഒരാസനത്തിലിരുന്നു. മുനിയുടെ അപമര്യാദയോടുകൂടിയ പ്രവൃത്തിയിൽ ബ്രഹ്മദേവൻ കോപിഷ്ഠനായി അവിടെ നിന്നും പോയി. മഹർഷി പിന്നീട് ചെന്നത് കൈലാസത്തിലായിരുന്നു. മുനിയെ കണ്ടപ്പോഴേ കൈലാസവതി ഓടിച്ചെന്ന് അദ്ദേഹത്തെ ആലിംഗനം ചെയ്യാൻ തുനിഞ്ഞു. ഈ പ്രവൃത്തിയിൽ മുനി അസഹിഷ്ണുത പ്രകടിപ്പിച്ചു. കോപിഷ്ഠനായ കൈലാസവതി മുനിക്ക് നേരെ തൻ്റെ ത്രിശൂലം പ്രയോഗിക്കാൻ തുനിഞ്ഞു. മഹാമുനിയെ വധിച്ചാലുണ്ടാകുന്ന അനന്തര ഫലങ്ങളോർത്ത് പാർവതീദേവി ഉമാപതിയെ ഇതിൽ നിന്നും തടഞ്ഞു. അവിടെ നിന്ന് മഹർഷി നേരെ പോയത് വൈകുണ്ഠത്തിലേക്കായിരുന്നു. അവിടെ മുനി കണ്ടത് മഹാവിഷ്ണു അനന്തശായിയായി കിടക്കുന്നതാണ്. ലോകത്തിൻ്റെ സംരക്ഷണ ചുമതലയുള്ള ശ്രീഹരി ഇപ്രകാരം അലക്ഷ്യതയോടെ പെരുമാറുന്നത് കണ്ട് മുനി മഹാവിഷ്ണുവിൻ്റെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടി. പെട്ടെന്നുണർന്ന നാരായണൻ മുനിയെ കണ്ട് ക്ഷമ ചോദിച്ചു. ഈ പാട് തൻ്റെ മാറിൽ ഒരു ശുഭചിഹ്നമായി എന്നും ഉണ്ടാകും എന്നും നാരായണൻ പറഞ്ഞു. ഭഗവാന്റെ മാറിൽ ശ്രീവത്സം എന്ന അടയാളമുണ്ടായതിൻ്റെ കഥ ഇപ്രകാരമാണ്. ഇതോടെ ത്രിമൂർത്തികളിൽ ഏറ്റവും ശ്രേഷ്ഠൻ വിഷ്ണു ആണെന്ന് മുനിമാർ നിശ്ചയിച്ചു. നന്ദി, നമസ്കാരം.